ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സംശയങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് നമ്മളിന്ന് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഏജ് റിലാക്സേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോഴും നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18-നും 33 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്പർ ഏജ് ലിമിറ്റും ലോവർ ഏജ് ലിമിറ്റും ഒക്കെ അവർ കൃത്യമായിട്ട് അവരുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18 to 33 ഇയേഴ്സ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1/1/2026 എന്ന് പറയുന്ന ക്രൂഷ്യൽ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. 1/1/2026 UR അല്ലെങ്കിൽ EWS എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2/1/1993. അതായത് 33 വയസ്സിന്റെ ആ ഒരു ഇത് പറയുന്നത് 2/1/1993 മുന്നേ ആകരുത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ OBC നോൺ ക്രീമി ലെയർ, അതായത് നമ്മുടെ OBC NCL ഉള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജനറൽ കാൻഡിഡേറ്റ്സിന് പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നും ഏജിൽ വരുന്നില്ല. 18 to 33 തന്നെയാണ്. അതേസമയം OBCക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 3 വർഷത്തിന്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം SC STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ വരുന്നത് കൊണ്ട് തന്നെ 18 to 38 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ക്രൈറ്റീരിയ വന്നത്. അപ്പം അതിൻ്റെ ആ ഒരു അപ്പർ ലിമിറ്റ് ആണ് ഈ പറയുന്നത്. ഈ 2/1/1988 താഴെ ഉള്ളവർക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല SC STയുടെ കാറ്റഗറിയിലേക്ക്. അതുപോലെ തന്നെ OBC നോൺ ക്രീമി ലെയറിനാണെങ്കിൽ 2/1/1990 മറികടക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ മുന്നേ ആകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ 2/1/1990 ശേഷം ജനിച്ചവർ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. OBC NCL ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇതേ ദിവസമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ആ ഒരു കാര്യം ആലോചിക്കുക. അതുപോലെ ലോവർ ലിമിറ്റ്, അതായത് 18 വയസ്സെന്ന് പറയുന്നത് ഇത് വരുന്നത് എപ്പോഴാണ്? 1/1/2008 ശേഷം മുന്നേ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1/1/2000 ബോൺ നോട്ട് ബോൺ ആഫ്റ്റർ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 1/1/2008 മുന്നേ ജനിച്ച എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർഷം തൊട്ട് ഈ ഒരു വർഷം വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1/1/2008 ജനിച്ചവർക്ക് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് കൃത്യമായി ചെക്ക് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റിൽ വരാതാവുമ്പോഴാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. അതുപോലെ തന്നെ ഈ ഡേറ്റ് എല്ലാം ഇൻക്ലൂസീവ് ആണ്, അതായത് ഇതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡേറ്റുകളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളാം. ഇനി റിലാക്സേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 3 വർഷമാണ് നമ്മുടെ OBCക്ക് വരുന്നത്. SC STക്ക് ആണെങ്കിൽ 5 വർഷം. അതുപോലെ നമുക്കിനി അറിയേണ്ടത് എക്സ് സർവീസ് മാൻ്റെ കാര്യമാണ്. എക്സ് സർവീസ് മാനിൽ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സർവീസിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ സർവീസിൽ നിങ്ങളൊരു 20 വർഷം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ പ്രസൻറ്റ് ഏജിൽ നിന്ന് ആ എത്ര വർഷമാണോ നിങ്ങൾ സർവീസിൽ നിന്ന് അതെന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, UR EWS കാൻഡിഡേറ്റ്സിന്, ജനറൽ അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സിന് അവരുടേതായ ഒരു 3 വർഷത്തിൻ്റെ റിലാക്സേഷനും കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് ഒരു 50 ആണെങ്കിൽ നിങ്ങളൊരു 25 വർഷം സർവീസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 50 വയസ്സാണ് കറൻ്റ്ലി നിങ്ങൾക്കുള്ളത്. 25 വർഷം നിങ്ങൾ സർവീസിലാണെങ്കിൽ ആ 25 വർഷം നിങ്ങൾക്ക് ആ വയസ്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 25 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ UR EWSന്റെ ലിമിറ്റ് എത്ര വരെ ഉണ്ട്? 33 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ പോലും 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ UR EWSന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും 3 വർഷം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുകയാണ്. 25 നിന്ന് വീണ്ടും എക്സ്ട്രാ നിങ്ങൾക്ക് ആ ഒരു 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ കൂടെ കിട്ടുകയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ EWSന്റെ, അതായത് EWS അല്ല, എക്സ് സർവീസ് മാൻ്റെ ഈ ഒരു ഏജ് റിലാക്സേഷൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ UR ആൻഡ് EWSലാണ് ഈ എക്സ് സർവീസ് മാൻ വരുന്നതെങ്കിൽ 3 വർഷത്തിൻ്റെ റിലാക്സേഷൻ ആ റെഡ്യൂസ് ചെയ്ത വർഷത്തിൽ നിന്നും വീണ്ടും കൂടുകയാണ്. അത് കഴിഞ്ഞ് OBC NCLനാണെങ്കിൽ 6 വർഷത്തിൻ്റെ റിലാക്സേഷനും SC STക്ക് ആണെങ്കിൽ 8 വർഷത്തിൻ്റെ റിലാക്സേഷൻ. അപ്പം നല്ലൊരു ഏതൊരു എക്സ് സർവീസ് മാൻ ആയാലും ഒരുപാട് വർഷം സർവീസിലൊക്കെ ഇരുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിജിബിൾ പോയി ഇപ്പോൾ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സ് ചെയ്യാൻ
പറ്റുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജ് റിലാക്സേഷൻ മാത്രമേ അവർ സെലക്ട് ചെയ്ത് എടുക്കുകയുള്ളൂ. എന്താണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ യോഗ്യത മാത്രമേ കിട്ടൂ. ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. ഏറ്റവും കൂടുതൽ എവിടെയാണോ റിലാക്സേഷൻ വരുന്നത് ആ ഒരൊറ്റ റിലാക്സേഷനെ നിങ്ങൾക്ക് വേണ്ടി അവർ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് PWD കാൻഡിഡേറ്റ്സിൻ്റെ ഏതാണ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് റിലാക്സേഷൻ നോക്കിക്കഴിഞ്ഞാൽ 18 to 33 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഉണ്ട്? UREWSനാണെങ്കിൽ 43 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC NCLനാണെങ്കിൽ 46 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ അറിയാലോ 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ആ ഒരു രീതിയിലാണ് PWD കാൻഡിഡേറ്റ്സിൻ്റെ റിസർവേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. PWD കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മിനിമം 40% ഡിസബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 40% പറയുന്നത്. 17% ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം 40% മിനിമം ഡിസബിലിറ്റി ഉള്ളവരെ മാത്രമേ PWD കാൻഡിഡേറ്റ്സ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഗ്രൂപ്പ് C പോസ്റ്റിൽ റെയിൽവേയിൽ ഏതെങ്കിലും സർവീസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ വൈസ് ഒക്കെ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും UREWSനാണെങ്കിൽ 40 വയസ്സ് വരെ, OBC NCLനാണെങ്കിൽ 43 വയസ്സ് വരെ, SC STക്കാണെങ്കിൽ 45 വയസ്സ് വരെ. ഗ്രൂപ്പ് C പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് D റെയിൽവേ സ്റ്റാഫായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് പാർഷ്യലായിട്ട് ഈ പറയുന്ന റെയിൽവേയുടെ ഏതെങ്കിലും യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്, റെയിൽവേ ക്യാൻറ്റീനിലോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട്, നിങ്ങളുടെ സർവീസിൻ്റെ ആ ഒരു റിഡക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റിലാക്സേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡൗഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലീഗലി അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് URലാണെങ്കിൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഓരോ ഏജ് റിലാക്സേഷന് വരുന്നതാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള SC ST OBC ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ പറയുന്ന SC ST OBCയുടെയൊക്കെ റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, വാലിഡ് ആയിരിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, PWD ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്താണ് ആ ഒരു രീതിയിൽ നിങ്ങൾ മാരീഡ് ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് റിലാക്സേഷൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ റിലാക്സേഷൻ്റെയൊക്കെ കൃത്യമായ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അനെക്സർ എന്ന് പറയുന്ന പേജസ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ പേജസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അനെക്സർ 9, 10 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനെക്സർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് കയ്യിൽ കരുതുക നിങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ കാര്യം ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ CCAAക്കാരുടെ, അതായത് നമ്മുടെ കോഴ്സ് അപ്രന്റീഷിപ്പ് ചെയ്തത്, കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ് ചെയ്തവരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകൾ എന്താണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അപ്പോൾ ITI ഉള്ളവർക്കും ഈ പറയുന്ന പോലെ CCAA കംപ്ലീറ്റ് ചെയ്തവർക്കും അഡീഷണൽ എന്താണ് ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അവിടെ വരുന്ന പ്രത്യേകതകൾ? CCA കാൻഡിഡേറ്റ്സിനാണ് പ്രത്യേകത പറയുന്നത്. ITIക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ CCA കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉൾപ്പെടെയുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ 25 വയസ്സിന് മുമ്പേ 25 വയസ്സിന് മുന്നേ ആണ് നിങ്ങൾ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്തതെങ്കിൽ അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് ചെയ്തതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് UREWS കാൻഡിഡേറ്റ്സിന് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറയുന്ന CCA കംപ്ലീറ്റ് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 25 വയസ്സിന് മുന്നേ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന CCA അതായത് അപ്രന്റീഷിപ്പ് ഇത് ആക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ OBC NCL ആണെങ്കിൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എത്ര വർഷം ഈ പറയുന്ന ഏത് റെയിൽവേയുടെ യൂണിറ്റിൽ വർക്ക് ചെയ്തു അതൊന്നും ഒരു ബാധകമല്ല. നിങ്ങൾക്ക് ഏത് സോണിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി CCAയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം, അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പാസ്സായോ ഫെയിലായോ എന്നൊക്കെ കാണിക്കണം. പിന്നെ എത്ര വർഷം നിന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് പ്രത്യേകം റിലാക്സേഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന എത്ര വർഷമാണോ, മാക്സിമം വർഷം 3 വർഷം വരെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. OBC NCL ആണെങ്കിൽ 6 വർഷത്തിൻ്റെതും അതുപോലെ SC STക്ക് ആണെങ്കിൽ 8 വർഷം വരെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ CCA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏജ് നിങ്ങൾ കടക്കാൻ പാടില്ല.
25 വയസ്സിന് മുന്നേ നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിരിക്കണം. ഈ ഒരു വയസ്സ് നിങ്ങൾക്ക് ബാധകമാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1 വർഷമാണ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് ആണെങ്കിലും അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡപ്പ് ചെയ്ത് വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും എന്തൊക്കെയാണ് നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. കോഴ്സ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട്. നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ നിങ്ങളുടെ മാർക്ക് ആഡപ്പ് ചെയ്താണ് വരുന്നത്. അതായത് 1/3 ഓഫ് ദ ടോട്ടൽ മാർക്ക് വിൽ കം ഫ്രം NCVT മാർക്സ്. നിങ്ങൾ ഈ പറയുന്ന പോലെ IT കഴിഞ്ഞിട്ടുള്ള ഈ NCVT സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ മാർക്കും കൂടെ എന്ത് ചെയ്യും, ആഡപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. 1/3 ഓഫ് NCVTയുടെ മാർക്ക് ആഡ് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ 100-ന് 70-ഓ 50-ഓ കിട്ടിയെങ്കിൽ ആ 50-ൻ്റെ കൂടെ ഈ 1/3 ഓഫ് നിങ്ങളുടെ ഒറിജിനൽ NCVT മാർക്കും കൂടെ ആഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ വരുന്നത്. റിമൈനിങ് മാർക്ക് വിൽ കം ഫ്രം CBT പെർഫോമൻസ്. അപ്പോൾ CBT പെർഫോമൻസിൻ്റെ മാർക്കും CBT പ്ലസ് നിങ്ങളുടെ NCVTയുടെ 1/3 ആയിരിക്കും കയറി വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 2 scores are compared. 2 സ്കോറും കമ്പയർ ചെയ്ത് CBT മാർക്സ് എന്ത് ചെയ്യും, മാർക്ക് പ്ലസ് NCVT വെയിറ്റേജ് ആണ് എടുക്കുന്നത്. ഹയർ മാർക്സ് ഉറപ്പായിട്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹയർ മാർക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. ആ ഹയസ്റ്റ് പോയിന്റ് മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണിക്കണം? കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. നമ്മുടെ 2/3/2026 നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻഡ് ഡേറ്റിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കാൻഡിഡേറ്റ് കൺസിഡർ ടു ഹാവ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ്. നിങ്ങൾ എത്ര വർഷം, ഇപ്പോൾ 1 വർഷമായാലും 2 വർഷമായാലും 3 വർഷമായാലും ഇനി എത്ര വർഷമായാലും നിങ്ങൾ ആ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാൻഡിഡേറ്റ് ഈസ് കൺസിഡർ ടു ഹാവ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് ഇഫ് ദേ ഹാവ് അപ്പിയർഡ് ഇൻ ദ NCVT എക്സാം ഓൺ ഓർ ബിഫോർ 2/3/2026. 2/3/2026 മുന്നേ നിങ്ങൾ ഈ പറയുന്ന NCVT എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് എങ്ങനെയായാലും അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിന് മുന്നേ നിങ്ങൾ എക്സാം എഴുതി ക്ലിയർ ചെയ്തിരിക്കണം. പിന്നെ റിസൾട്ട് ഡിക്ലറേഷൻ എന്താണ് ഈ ഒരു ഡേറ്റിനുള്ളിൽ, അതായത് 2/3/2026 എന്താണ് മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ആയാലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, NCVT എക്സാം നിങ്ങൾ മസ്റ്റായിട്ട് എഴുതി നിൽക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന NCVT മാർക്സ് കാൻഡിഡേറ്റ്സിന് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് ഈ ദിസ് മസ്റ്റ് ബി ഡൺ വെൻ ദ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുമ്പോൾ ചെയ്താലും മതി. അതായത് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുമല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിലെങ്കിലും നിങ്ങൾ ഈ ഒരു മാർക്ക് ആഡ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ പറയുന്നത് എന്താണ്, NCVTയുടെ മാർക്ക് എന്തായാലും വേണം. അപ്പം ഈ പറയുന്ന വെയിറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, CCAAയുടെ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCVT മാർക്ക് എന്തായാലും എൻ്റർ ചെയ്യേണ്ടി വരും. പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ള സ്റ്റാറ്റസും കാണിക്കുന്നത്. അതിൻ്റെ കോളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ചെയ്താലും മതി. പക്ഷെ എന്താണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇഫ് നിങ്ങളുടെ മാർക്ക് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മാർക്സ് ആർ നോട്ട് ഫിൽഡ്, NCVT മാർക്സ് ആർ നോട്ട് എൻറ്റർഡ്, ദ കാൻഡിഡേറ്റ് വിൽ ഗെറ്റ് 0 മാർക്സ് ഫോർ NCVT വെയിറ്റേജ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഈ 1/3 ഓഫ് വെയിറ്റേജ് കിട്ടുമെന്ന്, ആ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഓൾറെഡി NCVTക്ക് കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലി നിങ്ങളുടെ CBT മാർക്ക് മാത്രം എടുക്കും. ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. NCVT മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ 0 ആയിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, NCVT മാർക്സ് എൻ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്സോ NCVT വെയിറ്റേജ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് എൻ്റർ ചെയ്യണം, NCVT മാർക്കും എൻ്റർ ചെയ്യണം, പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ളൊരു സ്റ്റാറ്റസും കാണിക്കണം. അപ്പോൾ കാൻഡിഡേറ്റ് മസ്റ്റ് സബ്മിറ്റ് ദ NAC സർട്ടിഫിക്കറ്റ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ NCVT അറ്റ് എ ഡോക്യുമെന്റ്. നമുക്കിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ പ്രൂഫൊക്കെ കാണിക്കേണ്ടത് എപ്പോഴാണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ്. ഇപ്പോൾ NAC നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത്, നിങ്ങൾ ഈ പറയുന്ന CCA കാൻഡിഡേറ്റിൻ്റെ ആ ഒരു വാക്കൻസിയിലാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് കാണിക്കേണ്ടി വരും, ഈ പറയുന്ന NAC സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ എക്സാം ക്വാളിഫൈ ആയാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഈ പറയുന്ന ജോലി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് NAC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. നിങ്ങൾ വെയിറ്റേജ് കിട്ടണമെങ്കിൽ CCAയുടെ മാർക്സും എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏജിലും റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകം വാക്കൻസീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് CCAക്ക് സെപ്പറേറ്റ് വാക്കൻസിയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഒപ്പം മത്സരിക്കാം, CCAയുടെ കൂടെ മത്സരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു CCAയുടെ ഇതിലും പ്രിഫറൻസ് കിട്ടും. മറ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ വേറെ കാൻഡിഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ CCAയുടെ ബെനിഫിറ്റ്സ് ആണ് ഈ പറയുന്നത്, വെയിറ്റേജ്, ഏജ് റിലാക്സേഷൻ, പ്രത്യേകം വാക്കൻസി.
ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു രീതിയിൽ പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. CBTയിൽ കുറച്ച് മാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിലെങ്കിലും മാർക്ക് വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 100ന് ഒരു 70+ എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ വരേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാം എന്നാണെന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിച്ചു. ഇപ്പം നമ്മൾ കറൻ്റ്ലി 2025 എക്സാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ എല്ലാ എക്സാംസ് ഇപ്പം 2025 കഴിഞ്ഞ് 2026 റെയിൽവേയുടെ ഒരു പാറ്റേൺ, ഒരു സെറ്റ് ഓഫ് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സാംസ് എല്ലാം കഴിഞ്ഞ് പതിയെ പതിയെ മാത്രമേ ഗ്രൂപ്പ് ഡി നടക്കുകയുള്ളൂ. അതായത് ഏകദേശം ഒരു ഡിസംബർ കഴിഞ്ഞു എന്നുള്ളൊരു സമയം, ഈ ഒരു വർഷത്തിൻ്റെ എൻഡിലൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഡി പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ നല്ലൊരു രീതിയിൽ പഠിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ പുതിയ കോഴ്സ്, നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 10 മുതലായിരിക്കും നമ്മുടെ ഈ ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും RRB ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് തന്നെ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് അറിയേണ്ടത് എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യമാണ്. കാരണം ഇതിലും കുറച്ച് റിലാക്സേഷനും കാര്യങ്ങളും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും നമ്മുടെ ബേസിക്കലി പറഞ്ഞ ജനറൽ OBC എല്ലാവർക്കും എത്ര അടയ്ക്കേണ്ടി വരും? 500 രൂപ അടയ്ക്കേണ്ടി വരും. അതിൽ 400 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും? റീഫണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മാത്രം CBT എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 500ൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താണ്? കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC ST എക്സ് സർവീസ്മാൻ PWD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, ഇത്ര പേർക്കാണ് റിലാക്സേഷൻ വരുന്നത്. SC ST അതുപോലെ ട്രാൻസ്ജെൻഡർ ഫീമെയിൽ എക്സ് സർവീസ്മാൻ PWD മൈനോറിറ്റി ഓർ EBC ക്ലാസ്. മൈനോറിറ്റി ക്ലാസ്സും EBC ക്ലാസ്സിനെ കുറിച്ചും പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു 2 പേർക്കും ആണെങ്കിൽ ഈ പറയുന്ന 250 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ 250 രൂപ നിങ്ങൾക്ക് തിരിച്ചു തന്നെ തരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫീസ് എത്രയാണ്? ആ 250 നിങ്ങൾ CBT എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീഫണ്ട് തരുന്നതായിരിക്കും. ആ ഒരു കാര്യം ആലോചിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട് ഫോർ കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് കൺസെഷൻ, അതായത് ഈ ഒരു കാറ്റഗറിയിൽ കൺസെഷൻ ക്ലെയിം ചെയ്യുന്നവർ, ഫീസിൻ്റെ കാര്യത്തിൽ കൺസെഷൻ ക്ലെയിം ചെയ്യുന്നവർ ആരായിരിക്കണം? കാൻഡിഡേറ്റ് സീക്കിംഗ് കൺസെഷണൽ ഫീ മസ്റ്റ് പൊസസ് എ വാലിഡ് ഡോക്യുമെന്റ്, കൃത്യമായിട്ട് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിലല്ല, ഈ മൈനോറിറ്റി അല്ലെങ്കിൽ EBC ക്ലാസ്സിൽ വരുന്നവർ കൃത്യമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. SC ST ആയാലും അങ്ങനെ തന്നെ, എക്സ് സർവീസ്മാനും അങ്ങനെ തന്നെ, PW ആയാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലെന്താണ്? EBC സർട്ടിഫിക്കറ്റ് അനക്സർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ അനക്സർ നിങ്ങൾ പോയി നോക്കണം. അതിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ, ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ. അപ്പോൾ BPL കാർഡോ അല്ലെങ്കിൽ ഇസത്ത് MST എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിലെ ടിക്കറ്റാണ്, മന്ത്ലി ടിക്കറ്റാണ്, മന്ത്ലി സീസൺ ടിക്കറ്റിൻ്റെ ആണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തുണ്ട്? കൺസെഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എത്തണമെങ്കിൽ എന്തൊക്കെയാണ് യോഗ്യതയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്? ഫീസിൻ്റെ ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞു. 250 രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപയെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, റീഫണ്ടായി കിട്ടും. അപ്പോൾ ആരൊക്കെയാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാഴ്സീസ്, ഇത്ര പേരെയാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് അവർ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ മൈനോറിറ്റി കാൻഡിഡേറ്റ് ഹു ക്ലെയിം എക്സാമിനേഷൻ ഫീ വേവർ മസ്റ്റ് എന്താണ്? അവരെന്ത് സബ്മിറ്റ് ചെയ്യണം? ഒരു അഫിഡവിറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡിക്ലറേഷൻ്റെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. യൂസ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമേറ്റ്. ഏത് ഫോർമേറ്റ്? നിങ്ങളുടെ ഈ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് അനക്സർ 4ൽ കിടക്കുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്ത് അതിലെന്താണ്? പ്രിപ്പയർ ഇറ്റ് ഓൺ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലാക്കി അവരെന്ത് ചെയ്യണം? ഈ സബ്മിറ്റഡ് അറ്റ് ദ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒന്നും നിങ്ങളടുത്ത് ചോദിക്കില്ല, ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരില്ല. പക്ഷേ ഇതെല്ലാം ആവശ്യമാവുന്ന ഒരു സമയമുണ്ട്, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ആ ഒരു സമയത്ത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ എന്താണ് കുറവ് മതി നമ്മൾ എന്ത് ചെയ്യാൻ, റിജക്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴേ കരുതി വെച്ചേക്കണം. കാരണം ക്രൂഷ്യൽ ഡേറ്റ് അവർ ശ്രദ്ധിക്കുന്നതാണ്. 2/3/2026 മുന്നേ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ദിസ് അഫിഡേവിറ്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഇഫ് ദ അഫിഡവിറ്റ് ഈസ് സബ്മിറ്റഡ് ദ കാൻഡിഡേറ്റ് ക്യാൻ ബി റിജക്റ്റഡ്. ഇഫ് ദ അഫിഡവിറ്റ് ഈസ് നോട്ട് സബ്മിറ്റഡ്, ആ അഫിഡവിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് ഇതെല്ലാം നേരത്തെ എടുത്ത് വെക്കണം. അപ്പോൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്ന് തെളിയിക്കുന്ന ആ ഒരു ഫോം നിങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിനെ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറാക്കി അഫിഡവിറ്റ് ആക്കി അതിനെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ പറയുന്ന 250 രൂപ ഫീസിന് വേണ്ടിയായിട്ട് നിൽക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മത്സരിക്കാവുന്നതാണ്.
ഓക്കെ, ഇനി അടുത്ത് വരുന്ന ക്ലാസ് ആണ് EBC ക്ലാസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. അവരങ്ങനെ ആവണമെങ്കിൽ അവരുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം ഈസ് ലെസ് ദാൻ 50,000. ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, ഇയർലി ഇൻകം എന്ന് പറയുന്നത് 50,000-ൽ കുറവാണെങ്കിൽ മാത്രമേ അവരെ EBC കാൻഡിഡേറ്റ്സ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റ്സ്, അവരെന്താണ് EBC ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിക്കേണ്ടി വരും. ടു ഗെറ്റ് ഫീ കൺസെഷൻ യു മസ്റ്റ് ഹാവ് എ വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ്. ഈ ഒരു ക്ലാസ്സിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങളുടെ ഡേറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റ്, അതാണ് ഞാൻ പറയുന്നത്, ഈ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾ കയ്യിൽ കരുതണം. അതായത് 2/3/2026 എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ അത് വാലിഡ് ആയിരിക്കണം. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ കാണിക്കാവൂ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന അക്ഷയോ വില്ലേജ് ഓഫീസിലൊക്കെ പോയി വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ വാലിഡേറ്റ് ഓൺ ദ ഡേറ്റ് യു അപ്ലൈ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമേറ്റ്. ആ ഫോർമേറ്റിൻ്റെയൊക്കെ ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അനെക്സർ 3A-ലാണ് EBCയുടെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്, അനെക്സർ 4-ലാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്. അതുപോലെ ഇഷ്യൂഡ് ഓൺ ദ ഒഫീഷ്യൽ ലെറ്റർ ഹെഡ് ഓഫ് ദ അതറൈസ്ഡ് അതോറിറ്റി. ഇൻകം സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് തന്നെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വരുമാനത്തിനുള്ളിൽ നിൽക്കുന്നവരാണെങ്കിൽ EBCയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ്റെ അവസാനമുണ്ട്. ആ അവസാനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അനെക്സർ 3A ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് കൃത്യമായ ഫോർമാറ്റിൽ വില്ലേജ് ഓഫീസിലോ ഏത് ഓഫീസിലോ ചെന്ന്, സെൻട്രൽ പർപ്പസിനൊക്കെ തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്നാണ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടത്. അത് വാങ്ങിച്ച് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇനി അടുത്ത് EWS ക്ലാസ് ഉണ്ട്. നമുക്കറിയാം ജനറൽ EWS കാൻഡിഡേറ്റ്സിന് പ്രത്യേകിച്ച് വേറെ കൺസിഡറേഷൻ ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ EWS ആയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ഈസ് ഓൺലി ഫോർ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സ്, നോട്ട് SC ST OBC MCL ഇങ്ങനെയുള്ളവർക്കല്ല. ഇത് ശരിക്കും എന്താണ്, ജനറൽ കാറ്റഗറിയിൽ തന്നെ ഫാമിലിയുടെ ആനുവൽ ഇൻകം ലെസ് ദാൻ 8 lakh ഉള്ളവരാണ് EWS കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ അകത്ത് 8 ലക്ഷത്തിൽ കുറവാണ് നിങ്ങളുടെ ആനുവൽ ഇൻകം എങ്കിൽ, നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, EWS ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവരുടെ വാക്കൻസിയിൽ നിങ്ങൾക്ക് മത്സരിക്കാം. പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്, ഇൻകം സോഴ്സ് എല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് സാലറി നോക്കും, നിങ്ങളുടെ അഗ്രികൾച്ചർ ലാൻഡ് നോക്കും, ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കും. എല്ലാം നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലെസ് ദാൻ 8 lakh ആണെങ്കിൽ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന തഹസിൽദാറിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കാവുന്നതാണ്. ഇൻകം ഇയർ പിന്നെ വേറെ ഒന്ന് നോക്കുന്നവരെന്താണ്, ഇൻകം ഇയർ കൺസിഡേർഡ് ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ 2024-25 അല്ലെങ്കിൽ 25-26-24-25 ആയിരിക്കും. ഇനി അടുത്ത് ഹൂ ഈസ് നോട്ട് EWS, ആരാണ് EWS അല്ലാത്തത്? 8 ലക്ഷത്തിൽ കുറവാണ് ഈ പറയുന്ന പോലെ ആനുവൽ ഇൻകം ആയിട്ടും നിങ്ങൾക്ക് 5 ഏക്കർ അല്ലെങ്കിൽ മോർ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ EWS ആയിട്ട് കണക്കാക്കില്ല. അതുപോലെ സ്വന്തമായൊരു ഫ്ലാറ്റ് 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, EWS ആയിട്ട് കണക്കാക്കില്ല. ഓൺസ് പ്ലോട്ട് ഓഫ് 100 സ്ക്വയർ യാർഡ്സ് ഓർ മോർ മുനിസിപ്പൽ ഏരിയയിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ EWS അല്ല എന്ന് കണക്കാക്കും. ഓൺസ് പ്ലോട്ട് ഓഫ് 200 സ്ക്വയർ ഫീറ്റ് ഓൺ നോൺ മുനിസിപ്പൽ ഏരിയയിലും നിങ്ങൾക്ക് എന്ത് വരില്ല, EWS ആയിട്ട് കണക്കാക്കില്ല. അപ്പം ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ പോലും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ EWS ആയിട്ട് അവർ കണക്കാക്കില്ല, ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കും. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും ഒരു ചേഞ്ച് വന്നിട്ടില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏജ് റിലാക്സേഷൻ്റെയും നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ റിലാക്സേഷനാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വേണമെന്നുള്ളവരെല്ലാം കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. 1 year വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെ കാണിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കണം, സെൻട്രൽ പർപ്പസിനുള്ളതായിരിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും അഷ്വർ ചെയ്തിരിക്കാം. അത് കഴിഞ്ഞ് സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. പലരും ചോദിച്ചൊരു കാര്യമാണ്, ഡിസബിലിറ്റി ബിലോ 40% ആണെങ്കിൽ നിങ്ങൾ PWD റിസർവേഷനോ റിലാക്സേഷനോ വരില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 40% കുറവാണ് നിങ്ങളുടെ ഡിസബിലിറ്റി എങ്കിൽ നിങ്ങളെ ഡിസബിലിറ്റി ആണെന്ന് കണക്കാക്കില്ല. അതേസമയം 40% ഓർ മോർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ്, എലിജിബിൾ ആണ്. PWD റിസർവേഷൻ ഉണ്ടായിരിക്കും, വാക്കൻസീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ 40% കൂടുതലാണ് നിങ്ങളുടെ ഡിസബിലിറ്റി എങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിനെ വെക്കാവുന്നതാണ്. പക്ഷെ സ്ക്രൈബിനെ വെക്കുമ്പോൾ നമുക്കറിയാമല്ല, ഗ്രൂപ്പ് D എന്ന് പറയുന്നത് എന്താണ്, 10th ക്വാളിഫിക്കേഷനിൽ എഴുതുന്ന ഒരു എക്സാമിനേഷനാണ്. സ്ക്രൈബ് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എപ്പോഴും 10th ക്വാളിഫിക്കേഷന് താഴെ നിൽക്കുന്നവരെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ക്രൈബായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 10th class ആണ് നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ എത്രയാണോ അതിൽ നിന്ന് കുറഞ്ഞവരായിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഓൺ സ്ക്രൈബ് ഷുഡ് ബി 1 step ബിലോ ദ
ക്വാളിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റിന് ഇപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് എന്താണ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സ്ക്രൈബ് എത്രയായിരിക്കണം 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഈ സ്ക്രൈബ് നമ്മൾ വയ്ക്കുന്നത് എന്താണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ എന്ത് ചെയ്യുക, ഈ ഒരു ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എനി പേഴ്സൺ ഹു വാണ്ട്സ് ടു ബി എ സ്ക്രൈബ് മസ്റ്റ് ക്രിയേറ്റ് ദെയർ ഓൺ അക്കൗണ്ട് അറ്റ് rrbapply.gov. നമ്മുടെ RRBയുടെ വെബ്സൈറ്റ് അറിയാലോ, rrbapply.gov.in സ്വന്തമായിട്ട് ഈ ഒരു RRB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളായിരിക്കണം സ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ക്രൈബിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. PWD കാൻഡിഡേറ്റ്സ് തന്നെയാണ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അവർ നിങ്ങളെക്കാളും ഒരു സ്റ്റെപ്പ് താഴെ ആയിരിക്കണം. ഇപ്പോൾ IT ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിനേക്കാൾ ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ഇയർ ബാക്കിലുള്ള ആളെ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ക്രൈബിനും സ്വന്തമായിട്ട് RRB അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരും അതിൽ അപ്ലൈ ചെയ്തിരിക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവരായിരിക്കും. രജിസ്റ്റർ ആസ് എ സ്ക്രൈബ് യൂസിങ് ദെയർ ക്രെഡൻഷ്യൽസ്. അവരുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് അവർ സ്വന്തമായ ഒരു സ്ക്രൈബായിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം. പിന്നെ ഒരു സ്ക്രൈബിന് ഒരാളെ മാത്രമേ ലുക്ക് ആഫ്റ്റർ ചെയ്യാവൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. സക്സസ്ഫുൾ രജിസ്ട്രേഷൻ OTR നമ്പർ അവർക്ക് കിട്ടും. ആ OTR നമ്പർ വെച്ച് അവരെന്ത് ചെയ്യണം, ആ ഒരു എക്സാമിന് 5 ദിവസം മുന്നേ അവരുടെ ഓപ്പൺ ആവും. മോഡിഫിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ കറക്ഷൻ വിൻഡോ ക്ലോസ് ചെയ്ത് 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൈബിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. ആ സമയത്ത് അവർ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് ഇട്ടേക്കണം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാമിനേഷൻ ഡേ ആകുമ്പോഴേക്കും സ്ക്രൈബിന് അവരുടെ സെപ്പറേറ്റ് കോൾ ലെറ്റർ കിട്ടും. സ്ക്രൈബിന് വേണ്ടതായിട്ടുള്ള കോൾ ലെറ്റർ കിട്ടും. അതുകൊണ്ട് വേണം അവർ എന്ത് ചെയ്യാൻ എക്സാമിനായിട്ട് വരാനുള്ളത് കേട്ടോ. ഒറിജിനൽ ആൻഡ് വാലിഡ് ID ആയിരിക്കണം അവർ കൊണ്ട് വരേണ്ടത്. അപ്പോൾ അതാണ് സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്രൈബ് വേണമെന്നുള്ളവർക്ക് 40% കൂടുതൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് സ്ക്രൈബിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ 40% താഴെ ഉള്ളവർക്കും സ്ക്രൈബിനെ സെലക്ട് ചെയ്യാം. ഇഫ് ദേ ഹാവ് എന്താണ് ഈ പറയുന്ന പോലെ റൈറ്റിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രസ് ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് സ്ക്രൈബിനെ വയ്ക്കാമെന്നുള്ളൊരു കണ്ടീഷനും കൂടെ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ് റേയിൽ പറയുന്നുണ്ട് 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി. IT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, NCVT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന CCAA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. വേറെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഡിപ്ലോമ, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇതൊന്നും വെച്ച് IT അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് ഇല്ലാതെ ഇതൊന്നും വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതെടുത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. 10 അല്ലെങ്കിൽ IT അല്ലെങ്കിൽ അപ്രന്റീഷിപ്പോ ഇല്ലാതെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദോസ് അവൈറ്റിംഗ് റിസൾട്ട് ഓഫ് ദ ഫൈനൽ എക്സാമിനേഷൻ. ഒരിക്കലും ഫൈനൽ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ഉറപ്പ് വേണം. അതായത് മാർക്ക് നമുക്ക് എൻട്രി ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മാർക്ക് കിട്ടിയവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്താണ്, പോസ്റ്റ് പാരാമീറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ടോട്ടലി വന്നിട്ടുള്ളത് 14 പോസ്റ്റുകളാണ് മൊത്തത്തിൽ വിളിച്ചിട്ടുള്ളത് കേട്ടോ. 14 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ 2 പോസ്റ്റുകൾ മാത്രമാണ് C1 കാറ്റഗറിയിൽ വരുന്നത്. C1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബൈനോക്കുലർ വിഷൻ ഇല്ല, നമ്മുടെ അതർ വിഷൻ ടെസ്റ്റുകൾ ഉണ്ടല്ലോ. ഇതിനെന്ന് പറയുമ്പോൾ 6/12, 6/18, 6/12 ആണ് ഇതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി വരേണ്ടത്. വിഷൻ ടെസ്റ്റ് വിത്ത് ഗ്ലാസ് ഓർ വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് വരുന്നത് 6/9 ഓർ 6/12 എന്നുള്ള ആ ഒരു റേഞ്ചാണ് വരുന്നത് C1 കാറ്റഗറിയിൽ. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം, നിങ്ങൾക്ക് എന്ത് വരുന്നില്ല, ബൈനോക്കുലർ ടെസ്റ്റോ അല്ലെങ്കിൽ മയോപിക് വിഷൻ ടെസ്റ്റോ അങ്ങനത്തെ ഒരു ടെസ്റ്റും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. B1 വരെ എല്ലാവർക്കും ഈ പറയുന്ന ബൈനോക്കുലർ ടെസ്റ്റ്, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് തുടങ്ങിയ പല കാര്യങ്ങളും, ചിലപ്പോൾ ബീസോപിക് വിഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. B1 വരെ ഉള്ളവർ, C1 കാർക്ക് മാത്രമാണ് അതൊന്നും ചെയ്യേണ്ടി വരാണ്ടിരുന്നത്. അതായത് ഏറ്റവും വിഷൻ കുറവുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് ഫിറ്റ് അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് C1 പോസ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഈ തന്നിരിക്കുന്ന എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാം. അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ളവർക്കും ഈ പറയുന്ന ഡെഫ് ആയാലും ഹാഫ് ഹിയറിംഗ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാ പോസ്റ്റിലേക്കും. വിഷൻ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് 1, 2, 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റുകൾ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് നോക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് പോയിന്റ്സ്മാൻ ബിക്കാണ്. എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് കണ്ണാടി വെക്കുന്നവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിന്റ്സ്മാൻ ബിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ട പവർ എന്ന് പറയുന്നത് 6/9 ആണ്.
6/9 വിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ട്രാഫിക് സെക്ഷനാണ്, അതുകൊണ്ട് ഡിസബിലിറ്റി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. A2ൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന റോളും A3 സ്റ്റാൻഡേർഡ് ആണ്. 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് അവിടെ വരുന്നത്. ഇവിടെ വിത്തൗട്ട് ഗ്ലാസസും ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ എവിടെയാണോ ഏത് സോണിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സോണിൽ വരുന്ന ഏതാണോ വാക്കൻസി അനുസരിച്ച് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. B1 സ്റ്റാൻഡേർഡിൽ കുറേ പോസ്റ്റുകളുണ്ട്. B1 സ്റ്റാൻഡേർഡ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസിന് ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ചെന്നൈയുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സദേൺ റെയിൽവേ സോണിൻ്റെ വേക്കൻസി ലിസ്റ്റിംഗ് ആണ്. ഇതിലാകെ നമുക്ക് 10 പോസ്റ്റേ വിളിച്ചിട്ടുള്ളൂ. 10 പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിട്ടുള്ളത് ട്രാക്ക് മെയിൻറ്റെയിനർ 4 എന്ന് പറയുന്ന ഡിവിഷനിലേക്കാണ്. എഞ്ചിനീയറിംഗ് വാക്കൻസിയാണ് വന്നിട്ടുള്ളത് 225. അത് കഴിഞ്ഞ് പോയിന്റ്സ്മാൻ ബിയിലേക്ക് എത്രയാണ് 111 വാക്കൻസിയും വിളിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത്. ഇലക്ട്രിക്കൽ വർക്ക് ആയാലും മെക്കാനിക്കൽ, നമ്മുടെ വർക്ക്ഷോപ്പ് വർക്ക്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കും. അപ്പോൾ ഇത്ര പോസ്റ്റേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാൻ തോന്നുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാക്കൻസിയിലേക്ക് വേണമെങ്കിൽ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നത് വെച്ച് പോവാം. ആൺകുട്ടികൾ ട്രാക്ക് മെയിൻറ്റെയിനർ 4 സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് ഫീൽഡ് വർക്കാണ് വരുന്നത്. ഫീമെയിൽസും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സും അതിലേക്ക് എത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് സദേൺ സോൺ, ഇത് ചെന്നൈയുടെയാണ്. ഇനി നമ്മുടെ സൗത്ത് സെൻട്രൽ സോൺ ഉണ്ട്, സെക്കന്ദരാബാദ് ഉണ്ട്, അതുപോലെ തന്നെ മുംബൈ സെൻട്രൽ റെയിൽവേ സോൺ ആയിട്ടുള്ള മുംബൈ ഉണ്ട്. അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ സോണിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഇത്രയാണ് ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.